ഗണപതിയുടെ കല്യാണം പോലെ നാളെ നാളെ നീളെ നീളെ. മനസ്സിലായില്ലല്ലേ? ബഡ്ജറ്റ് അവതരണവും നമ്മൾ സാധാരണക്കാരും തമ്മിലുള്ള ഒരു അന്തർധാരയെ പറ്റിയുള്ള അവലോകനമാണ്. ഓരോ ബഡ്ജറ്റ് അവതരണം കഴിയുമ്പോൾ വിചാരിക്കും അടുത്ത ബഡ്ജറ്റ് അവതരണത്തിൽ നമുക്ക് ബിരിയാണി കിട്ടുമെന്ന്. ബിരിയാണി പോയിട്ട് ഒരു ബിസ്ക്കറ്റ് പോലും അനുവദിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. കേന്ദ്രം വന്നാലും കേരളം വന്നാലും കോരന് റേഷൻ കടയിൽ തന്നെയാണ് ജീവിതം. ഇപ്പൊ ആകെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, അടുത്ത ബഡ്ജറ്റ് വരെയെങ്കിലും ജീവനോടെ ഉണ്ടാവണേ ഭഗവാനേ എന്ന്. എങ്കിലല്ലേ ഇതുങ്ങളെ പ്രഹസനം കാണാൻ പറ്റൂ. നമസ്കാരം, വീണ്ടിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇപ്പൊ കയ്യിൽ കുറച്ച് കാശുള്ളവർ വേഗം പോയി കുറച്ച് സ്വർണമോ ഇല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ഒരു 5 സെന്റ് ഭൂമിയോ വാങ്ങിച്ചിട്ടോ, നിങ്ങൾ പൊളിക്കും. നമ്മൾ സാധാരണക്കാർ പിന്നെ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം ലേലത്തിൽ പോവാതെയോ ഇരിക്കുന്ന വീട് ജപ്തി ചെയ്ത് പോവാതെയോ നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, ഈ കേന്ദ്ര ബഡ്ജറ്റ് അവതരണം കാണുന്നത് ഒരു നല്ല ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയാണ്. കാണാൻ നല്ല രസമായിരിക്കും. അവസാനം എൻ്റെ നേരി കാണിക്കൂലേ, അത് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമുള്ള വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. നമ്മളെ കേരള ബഡ്ജറ്റ് അവതരണം കണ്ട പഴയ മലയാള തറവാട് സിനിമയൊക്കെ കാണൂലേ, ആ ഒരു ഭംഗിയാണ്. കുറേ കാരണവന്മാരിങ്ങനെ വളഞ്ഞിരുന്നിട്ട് നമ്മളെ തറവാടൊക്കെ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുക്കൂലേ, അതുപോലെ അവസാനം നോക്കുമ്പം ആ തറവാട് പോലും സേട്ടുവിൻ്റെ കടയിൽ പണയത്തിലായിരിക്കും. പിന്നെ വില പിടിച്ചുള്ളത് വല്ലതും കിട്ടുകയാണെങ്കിൽ കയ്യിൽ ഒതുങ്ങണത് എടുത്തുകൊണ്ട് അങ്ങ് മുങ്ങിയേക്കണം. അതെങ്ങനെ 10,000 പൂച്ച വെച്ച് കിടക്കുകയല്ലേ, പിന്നെ വില പിടിച്ചുള്ള വല്ലതും കാണും. കേന്ദ്ര ബഡ്ജറ്റിൽ നിമ്മി മാമിയുടെ അവതരണവും തിരുവനന്തപുരം കാഴ്ചവെച്ച പവർ മാജിക്കും എയിംസിനെ പറ്റിയുള്ള അടിയുറച്ചുള്ള പ്രഖ്യാപനമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കേരളത്തിന് കാര്യമായിട്ടുള്ള എന്തോ കിട്ടുമെന്ന്. അപ്പോഴുണ്ട് ദാ വരണം, മാറാത്തത് മാറ്റാനും കാണാത്തത് കാണിക്കാനും വേണ്ടി അവതാരപ്പിറവിയുടെ പുതിയ പേര്, പഴയ പേര് കൂർമ്മം. മനസ്സിലായില്ലേ? ആമ, കടലാമ വളർത്തൽ കേന്ദ്രം. കേരളമേ, തിരുവനന്തപുരം അങ്ങോട്ട് കൊടുത്തതുകൊണ്ട് ഒരു ആമയെങ്കിലും കിട്ടി. അടുത്ത പ്രാവശ്യം കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ ഒരു സിംഗം ഇങ്ങ് പോരും. ആ ആമയുടെ തലയിൽ എഴുതിയ പേന കൊണ്ട് നമ്മുടെ എവിടെയെങ്കിലും ഒന്ന് പോറിയെങ്കിലും മതിയായിരുന്നു, ജീവിച്ചു പോകാമായിരുന്നു. അത് സാരമില്ല, കേരളത്തിന് എന്തോരം തൊഴിൽ സാധ്യതകളാണ്. ആ ആമ വളർത്തൽ കേന്ദ്രം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ എന്തോരം പോസ്റ്റുകളാണെന്നറിയോ. ട്രെയിനേഴ്സ് രാവിലെ ആമയെ കൊണ്ട് 10 റൗണ്ട് ഓടിച്ചിട്ട് വരണ്ടേ, പന്തയത്തിന് പോണ്ടേ. അത് കഴിഞ്ഞാൽ ക്ലീനിങ് സ്റ്റാഫ് ആ പുറന്തോടൊക്കെ ഒന്ന് തേച്ച് മിനുക്കി കുട്ടപ്പനായിട്ട് അങ്ങ് നിർത്തണം. ആമകളെ നിർബന്ധിച്ച് മുട്ടയിടിപ്പിക്കണം. ഇനി മുട്ടയിടാൻ മനസ്സില്ല എന്ന് പറയണ ആമകളെ കൊണ്ട് നിർബന്ധിച്ച് പെറ്റിട്ട് പോയാൽ മതി എന്നെങ്കിലും പറയണം. പണ്ട് ഓമനമ്മ പറഞ്ഞു തന്ന കഥയിൽ ആമയുടെ കഠിനാധ്വാനം കൊണ്ടാണ് ആമ ജയിച്ചത്. വെറുതെ ആണെന്നേ, പഹയന് മുടിഞ്ഞ ഭാഗ്യമാണ്. കേന്ദ്രത്തിലൊക്കെ പറയൂ ഇല്ലാണ്ട്. ഇത് നമ്മൾ പറയുമ്പോഴത്തേക്ക് വിവരമുള്ളവർ പറയും ഇത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. നമ്മളിവിടെ ആമ വളർത്തൽ കേന്ദ്രമൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ എന്നെങ്കിലും നമ്മുടെ ഈ കേന്ദ്രം അമേരിക്കയുടെ കണ്ണിൽ പെടും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി കണ്ണ് തുറക്കുമെന്ന്. ശരിയാ, അല്ലാണ്ട് ഇവിടെ മത്സ്യകൃഷിയുടെ അളവ് കുറയ്ക്കാനോ കയറ്റുമതിയുടെ അളവ് കുറയ്ക്കാനോ തീരദേശവാസികളുടെ വയറ്റത്തടിക്കാനോ വേണ്ടിയിട്ടല്ല. അല്ലേ? ഇത്രയും ബീച്ചുള്ള ഗോവയിൽ പോയി ഒരു ബീച്ച് റെന്റിനെടുത്ത് ആമയെ വളർത്തിയാൽ പോരായിരുന്നാ? അതാകുമ്പോൾ ട്രംപിന് വരുമ്പോൾ എളുപ്പത്തിൽ ബീച്ചും കാണാം ആമയും കാണാം. എങ്ങനെ? ടാക്സ് നിയമം ലളിതം, അടയ്ക്കാൻ കാശുള്ളവന് പുളകം. മനസ്സിലായില്ലല്ലേ? ഇതുവരെ നമ്മളെ എങ്ങനെയാണ് ഊറ്റിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇനി അത് കുറച്ച് ഈസി ആയിട്ട് കുറച്ച് സമയമെടുത്ത് നമുക്ക് പറഞ്ഞു തരാമെന്ന്. അടുത്തതാണ് അതിനേക്കാളും കോമഡി. സ്വപ്പം മ്യൂസിക് കേട്ടാലോ? അതിലോലമൻ ഇടനാഴിയിൽ നിന്നൊരു മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ? ധാതു ഇടനാഴി. ഇവിടെ നേരച്ചവ നടക്കാനുള്ള വഴി തന്നിരുന്നെങ്കിലേ നടന്നു പോവാന്നാണ് പറഞ്ഞത്. കുഴിച്ചെടുത്തോട്ട് ആർക്ക്? അല്ലെങ്കിലും സാധാരണക്കാർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്കതല്ല മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ കുഴിച്ചെടുത്തിട്ട് കടം കൂടുന്നേ ഉള്ളൂ, കുറയുന്നേ ഇല്ല. പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ നന്നാവുന്നുണ്ടല്ലോ, അത് തന്നെ ആകെ ഒരു സമാധാനം. ഈ കേരള ബഡ്ജറ്റ് എന്ന് പറയുന്നത് വൻ കോമഡിയാണ്. കക്ഷത്തിൽ ഇരിക്കുന്നത് പോവാനും പാടില്ല, ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം. അതായത് രമണ, വില ഞങ്ങൾ കൂട്ടും, വോട്ട് ഞങ്ങൾക്ക് തന്നെ തരണം. ആക്ച്വലി ഈ കേരള ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി പ്രഖ്യാപനം പോലെയാണ്. അത്യാവശ്യമുള്ള എല്ലാ സാധനത്തിനും വില കൂട്ടി ഒരു പ്രഖ്യാപനം. നെല്ല് ഇപ്രാവശ്യം കരകയറി എന്നാണ് കരക്കമ്പി. തേങ്ങക്കിട്ടൊരു താങ്ങ്, റബ്ബറാണെങ്കിൽ വലിച്ചിട്ടിട്ട് വലിയണവുമില്ല. പിന്നെ അവരുടെ സ്ഥിരം വേട്ടമൃഗമായ മദ്യം, സിഗരറ്റ്, പാൻ മസാലയിൽ വിലകയറ്റം വലിയ മാറ്റമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ അവർ വരും, കൂട്ടിയിരിക്കും. ഉപയോഗിക്കുന്നവരും കൂട്ടും, അവരോടാണ് കളി. അടുത്ത കോമഡി സൗജന്യമായ ബിരുദം. അല്ല, സന്തോഷമുള്ള കാര്യം തന്നെ. ഒരു ഡൗട്ട്, ഈ സൗജന്യ ബിരുദം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെട്ടെടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റിനാണോ അത് ആരും ചൂസ് ചെയ്യാതെ മാറിക്കിടക്കുന്ന സബ്ജക്റ്റിനാണോ ഈ സൗജന്യ ബിരുദം കൊടുക്കുന്നതെന്നൊരു ഡൗട്ട്. അല്ല, വല്ല വാഴക്കൊലയോ കപ്പക്കൊലയോ തിരിച്ചു മറിച്ചു എടുത്തിട്ട് ബിരുദം എടുത്താൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
PSC ഒക്കെ എഴുതിയിട്ട് ജോലി കിട്ടാതെ ഇരിക്കുന്നവരെ ഈ നാട്ടിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി വരുന്നവന് കുറച്ച് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. മിനിമം പെട്രോൾ അടിക്കാൻ ഒരു 108 രൂപയെങ്കിലും വേണമെങ്കിൽ. DA കൂട്ടിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം ഭയങ്കര സന്തോഷം. നമ്മൾ സാധാരണക്കാർക്ക് DA എന്ന് പറഞ്ഞാൽ വെറും ഡാ മാത്രം. 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ആദ്യം കിട്ടാൻ മുൻഗണനയും. വെറുതെ തോണ്ടി ഇരിക്കാതെ പെൻഷൻ കിട്ടാൻ ഒരു ഭാഗ്യം വേണം. നോക്കിയിരുന്നോ? കേന്ദ്ര ബഡ്ജറ്റിൽ ക്യാൻസറിന്റെ മരുന്നിന് വില കുറച്ചപ്പോൾ കേരളം അപ്പം തന്നെ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് അങ്ങ് കൂട്ടി. ഇത് കണ്ടപ്പോൾ ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ പൊള്ളാച്ചിയിലെ സെൽവെണ്ണം കൂട്ടി തക്കാളിക്ക് 10 രൂപ. നിങ്ങൾ പട്ടിണി കിടന്ന് ചത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ മാറാ രോഗം വന്ന് ചാവരുത്, അതാണ് നമ്മളുടെ മുദ്രാവാക്യം. എന്താ അല്ലേ? വിശന്നിരിക്കുന്നവന്റെ മുന്നേ വന്ന് ഹക്കീമിക്കയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ വീമ്പ് പറയുന്ന പോലെ ആ റോഡിലെ കുയ്യൊന്ന് അടച്ചു തന്നാൽ നടന്നു പോവായിരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ആകാശത്തൂടെ പോണ ട്രെയിനിന്റെ സ്വപ്നം കാണാൻ. അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസനമാണ് പോലും അല്ലേ? ഈ തലമുറ ജീവനോടെ ഉണ്ടായിരുന്നല്ലേ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. ആരോട് പറയാൻ? വെരി സിമ്പിൾ. നമ്മൾ സാധാരണക്കാർ ഇവിടെ നിൽക്കുന്നു, കേന്ദ്രം അവിടെ നിന്ന് വന്ന് നമ്മളെ നിന്നുള്ളത് പിടിച്ചെടുത്തോണ്ട് പോകുന്നു. കേരളം അവരേൽ പോലും ഇല്ലാത്തത് നമുക്ക് തരാമെന്ന് പറഞ്ഞ് പ്രലോഭനത്തെപ്പെടുത്തുന്നു. സത്യത്തിൽ സാൻഡ്വിച്ച് നമ്മളാണ്. ചുരുക്കത്തിൽ നിമ്മി മാമിക്ക് കണക്ക് നിശ്ചയം, ബാലേട്ടന്റെ തീരുമാനം സുനിശ്ചിതം, നമ്മൾ സാധാരണക്കാരുടെ ജീവിതം സംശയം. പെട്രോൾ അടിക്കുമ്പോൾ സെസ്, അത് കണ്ടു നിന്നാ നമുക്ക് സ്ട്രെസ്. കേന്ദ്രം കകത്തിൽ കുരുക്കിട്ട് മുറുക്കുമ്പോൾ കേരളം വായും മുക്കും കൂടെ പൊത്തിപ്പിടിക്കുന്നു. നിസാരം. ഓരോ ബഡ്ജറ്റിലും ഇടം പിടിക്കാത്ത ഒത്തിരി പേരുണ്ട്. സർക്കാർ മാറും, ബഡ്ജറ്റുകൾ വീണ്ടും വരും, കോടികൾ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് മാറും. ഇതിലൊന്നും പെടാത്ത യഥാർത്ഥ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിജീവനമാണ്. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും തോളോട് തോൾ ചേർന്ന് നിന്ന നമ്മളുടെ അതിജീവനം. ഇനി കെയോട് ഒരു കാര്യം മാത്രം, നമ്മൾ സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നെയ്തൊരുക്കുന്നുണ്ട്. ആ സ്വപ്നത്തിന് മീതെ നിങ്ങൾ ടാക്സ് ചുമത്താതിരിക്കുക. എല്ലാം ഭരണത്തിന് വേണ്ടിയാണെന്ന് അറിയാം, പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ സാറേ. ജീവിച്ചു പൊക്കോട്ടെ.